പുലർച്ചെ പ്രസിദ്ധ തീർത്ഥകേന്ദ്രമായ മാപ്രാണം ഹോളിക്രോസ് ദേവാലയത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മരണത്തോട് വളരെ അടുത്ത് ബന്ധമുള്ള 3 വിശേഷിപ്പുകൾ മോഷ്ടിക്കപ്പെട്ടു. വളരെ പുരാതനവും അമൂല്യവുമായ ഈ തിരുശേഷിപ്പുകൾ നഷ്ടപ്പെട്ടിട്ട് 15 ദിവസം കഴിഞ്ഞു. നഷ്ടപ്പെട്ട പൂജ്യമായ തിരുശേഷിപ്പുകൾ ഇതുവരെയും ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നതിൽ മാപ്രാണം ഇടവകയ്ക്ക്, മാപ്രാണം ദേശത്തിന്, ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക്, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഇതര സമുദായങ്ങളോ ഇതര രാഷ്ട്രീയ പാർട്ടികളോ ഇതര സാമുദായിക സംഘടനകളോ വെച്ചു പുലർത്തുന്ന മനോഭാവമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ക്രൈസ്തവർ പുലർത്തുക. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പഠിപ്പിച്ച മഹനീയ പാഠം, ക്ഷമയുടെ പാഠം, അതാണ് ഞങ്ങൾ പുലർത്തുക. കുരിശിൽ നിന്ന് കിട്ടിയ ആ പാഠം കുരിശിന്റെ തിരുശേഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ഓർക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. ഈ സംഭവം ഉണ്ടായ ഉടനെ നഷ്ടപ്പെട്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഈ നടന്ന പ്രവർത്തനത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി, വിവിധ വകുപ്പ് മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, എംപിമാർ, MLA-മാർ എല്ലാം വന്നു ഞങ്ങളെ ആശ്വസിപ്പിച്ചു. നഷ്ടപ്പെട്ട വസ്തുക്കളുടെ പൂജ്യത എത്ര വലുതാണെന്ന്, ആ നടപടി എത്ര ഗൗരവമായിരുന്നു എന്ന് ജനമധ്യത്തിലെത്തിക്ക് മാധ്യമപ്രവർത്തകർ നിശ്ചലമായി പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഒരുപാട് കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നഷ്ടപ്പെട്ട വസ്തുക്കളുടെ പൂജ്യതയും പ്രാധാന്യവും ചരിത്രവും ജനങ്ങളെ നിങ്ങൾ അറിയിച്ചു. ഇനി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ പിറകിൽ ജാഗ്രതയോടെ നിൽക്കാൻ. ഇത് ലഭിക്കുന്നതിൽ വരുന്ന കാലതാമസം ഞങ്ങളുടെ മുഴുവനെ ആഴപ്പെടുത്തുകയാണ് എന്ന് ജനങ്ങളെ അറിയിക്കണം. ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകണം. അനാവശ്യമായ സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടരുത്. മതസൗഹാർദ്ദവും ക്രമസമാധാനവും ഈശ്വരവിശ്വാസവും നമ്മുടെ നാടിന് ആവശ്യമാണ്. അതുകൊണ്ട് അനാവശ്യമായ കാലതാമസം വരുമ്പോൾ ഞങ്ങളുടെ ദുഃഖം ആഴപ്പെടുന്നുവെന്നും ഞങ്ങളുടെ മനസ്സുകളിൽ സംശയങ്ങൾ രൂപപ്പെടുന്നുവെന്നും ഈ സർക്കാരിനെ, ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങളെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്.